എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തൊട്ടടുത്തുള്ള നിയോജകമണ്ഡലമായിട്ടുള്ള അങ്കമാലി നിയോജകമണ്ഡലത്തിലെ പാറക്കടവ് പഞ്ചായത്തിലെ മാമ്പ്ര സൗത്ത് ഭാഗത്ത് കുളമ്പ് രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരം അവിടുത്തെ കർഷകരെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള ഫാമുകൾ, പശു ഫാമുകളുള്ള സ്ഥലമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഫാമുകൾ അവിടെയുണ്ട്. അതിൽ ഒന്ന് രണ്ട് ഫാമുകൾ വളരെ വലുതാണ്. അതിൽ ചിലതിൽ 85ഓളം പശുക്കളുണ്ടായിരുന്നു, ഇപ്പോൾ 45 ഉള്ളൂ. ചില ഒരെണ്ണത്തിൽ 10-35ഓളം പശുക്കളുണ്ട്. പിന്നെ ഈ 10, 15 അല്ലെങ്കിൽ 9, 8 അങ്ങനെയൊക്കെ വരുന്ന തരത്തിൽ പശുക്കളെ വളർത്തുന്നവരുണ്ട്. മിനിമം 3 പശുക്കളൊക്കെ ഉള്ള കർഷകർ തന്നെ വളരെയധികം ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ രോഗം പടർന്നു പിടിച്ചിരിക്കുന്നത്. ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറസ് രോഗമാണ്. കുളമ്പ് രോഗം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുളമ്പിൽ ഈച്ചകൾ വന്ന് വ്രണങ്ങളുണ്ടാവും. കുളമ്പിൽ വ്രണങ്ങളുണ്ടായി ആ വ്രണങ്ങളിൽ ഈച്ചകൾ വന്ന് മുട്ടയിട്ട് പിന്നെ അത് പുഴുക്കളാവും. കുളമ്പ് അടർന്നു പോകാൻ തന്നെ സാധ്യതയുണ്ട്. അകിട് വീക്കം, ഗർഭമലസൽ ഈ സമയത്ത് ഇതുപോലുള്ള സംഗതികളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ പനിയാണ്. വായുടെ ഭാഗത്തൊക്കെ ഈ ഉമിനീരോട് കൂടിയിട്ടുള്ള വലിയ പോളകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഈ ഉമിനീരിങ്ങനെ നൂല് പോലെ വീണുകൊണ്ടിരിക്കും. ഭക്ഷണം എടുക്കാതിരിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയില്ല. പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക എന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പശുക്കളെ വളർത്തുന്ന തൊഴുത്തുകളൊക്കെ തന്നെ വളരെ വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ അണുനാശിനി ഉപയോഗിച്ച് ഈ കുളമ്പുകൾ കഴുകുക, തൊഴുത്ത് വൃത്തിയാക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവം. രോഗം പടരാതിരിക്കാനായിട്ട് ചെയ്യുന്നത്, ഈ പശുക്കളെ നോക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പരിചരിക്കുന്ന ആൾ പോയി കഴിഞ്ഞാൽ അതിലെ വരാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഈ തൊഴുത്ത് വലിയ വലിയ ഫാമുകളൊക്കെ കഴുകുന്ന വെള്ളം പുഴയിലേക്കോ മറ്റ് ജലാശയങ്ങളിലേക്കോ തള്ളിവിടാതിരിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രതിരോധ മാർഗ്ഗങ്ങൾ. പക്ഷേ ഇവിടെ ഈ മാമ്പ്ര സൗത്ത് ഭാഗത്ത് ഈ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് സംവിധാനങ്ങൾ തീർച്ചയായിട്ടും വിഷയത്തിലിടണം. മാമ്പ്ര സൗത്തിലെ പാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് കണ്ണൂരിൽ നിന്നും മരുന്ന് കൊണ്ടുവന്ന് ഈ പശുക്കൾക്ക്, മറ്റുള്ള പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുത്തു. പക്ഷെ എന്നാലും ഇപ്പോൾ ഈ കണ്ണമ്പുഴ ദേവസിക്കുട്ടി എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലെ ഒരു വലിയ പശുവാണ് ചത്തത്. അദ്ദേഹത്തിൻ്റെ തന്നെ തൊഴുത്തിൽ മുൻപ് ഒരു പശുക്കിടാവ് ചത്തിരുന്നു. വലിയ വിഷമമാണ് ഈ കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കാരണം ഇത്രയും വലിയ പശുക്കളൊക്കെ, നിങ്ങളിപ്പോൾ ഈ ഇതിൽ കാണുന്നവർ ഇത്രയും വലിയ പശുക്കളൊക്കെ ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ ആ കർഷകൻ്റെ ശരിക്കും പറഞ്ഞാൽ നെഞ്ചും കൂടി തകർന്നു പോകാം. ഈ പ്രദേശങ്ങളിൽ ഇത് പശുക്കറവ കൊണ്ട്, പശുവിൻ്റെ പാല് കൊണ്ട് ഉപജീവനം കൊടുത്ത് അതിൻ്റെ ഉപജീവനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിൽ ഇപ്പോൾ വലിയ ആശങ്കകൾ വന്നിരിക്കുകയാണ്, പരിഭ്രാന്തി വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇത് തീർച്ചയായിട്ടും ഈ അസുഖം പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ, പശുക്കൾക്കിടയിൽ ഈ രോഗം പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയായിരിക്കും ഈ മറ്റ് ഫാമുകളിലേക്കൊക്കെ ഇത് എത്തുക. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുക. കാരണം ഈ കർഷകരൊക്കെ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. ഈ കുളമ്പ് രോഗവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ആശങ്കകൾ അകറ്റാനായിട്ടുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഏകദേശം ഒരു മാസത്തോളം ചികിത്സ തുടങ്ങിയിട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പനിയായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവർ കുത്തിവെപ്പ് എടുത്ത് 3-4 ഇഞ്ചക്ഷൻ വെച്ച് എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരുന്നു. ഒരെണ്ണത്തിന് പനിയിൽ കാണിച്ചത്, ബാക്കി എല്ലാത്തിനും വന്നു. ഒരെണ്ണത്തിൻ്റെ 2 പേരിൻ്റെ കുളമ്പ് ഊരിപ്പോയി. അത് മുന്നേ കുറക്കിടപ്പനാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞാണ് കുളമ്പേടാന്ന് പറഞ്ഞ് സ്വീകരിച്ച് മരുന്ന് വെച്ച് ഏകദേശം ഇപ്പോൾ 4 ഡോക്ടർമാർ മിനിമം ചികിത്സയിൽ നടത്തിയിട്ടുണ്ട്. ഒരു 10-25,000 രൂപത്തോളം ഇതിന് ചിലവായിട്ടുണ്ട്. ഇന്നലെ രാത്രി 11:30 ആയപ്പോൾ അടുത്ത പശു ഇന്നലെ ഇഞ്ചക്ഷന് വന്ന് 4 ഇഞ്ചക്ഷൻ കൊടുത്ത് എൻ്റെ ഗ്ലൂക്കോസും മരുന്നൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11:30 ആയപ്പോഴും പശു ചത്തത്. ഒരെണ്ണം കറവയുള്ളതും ഒരെണ്ണം ഈ ചത്ത പശു ഏതാണ്ട് 8 മാസം ജനമുള്ളതാണ്. ഒരു വയസ്സിന് താഴെ വരുവുള്ളൊരു കിടാവുമുണ്ട്. അതിനെല്ലാത്തിനും ബാധിച്ചു. ഇത് മാത്രം ചത്തത്. മറ്റേറ്റും ക്ഷീണിച്ച് ചെല്ലുന്ന വലിയ തീരെ ആവശ്യമായിട്ട് കഴിക്കുന്നത്. ഞാൻ കുടുംബശ്രീയിലെ ഡോക്ടറെ അടുത്ത് കൊണ്ടായിരുന്നു. കൊരട്ടിയിലെ ഡോക്ടർ ഉണ്ടായിരുന്നു, മാമ്പ്ര ഡോക്ടർ, 3 പേരും ഉണ്ടായി. അതിന് പുറമെ കൊരട്ടിയിലെ ഡോക്ടർ ഒഴിയില്ലാത്ത വേറെ ഡോക്ടർമാർ 2 പേരോടും വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. ചികിത്സ നടത്തി കൊടുത്തതാണ്. ഇതുവരെ രക്ഷപ്പെട്ടില്ല. കുടുംബത്തെ ജീവിതം മുന്നോട്ട് പോണത് പരിപാടിയാണ്. കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഒരു 10-35-40 വർഷമായിട്ട് പാലിൻ്റെ പരിപാടിയാണ്. പാലിൽ കൊണ്ടുവരുന്നതാണ്. അത്യാവശ്യം കുടുംബത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാമ്പ്ര സൗത്ത് ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ ഇവിടെ ഒരു 3-4 കർഷകർക്ക് ഒരു മാസത്തോളം ഈ വിവരങ്ങളൊക്കെ വന്നിട്ട്, പക്ഷേ ആരും ഡയറിയിൽ റിപ്പോർട്ട് ചെയ്തില്ല. നമുക്കതിന് പ്രതിവിധിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ 10-ാം തീയതി ഈ വിവരം ബ്ലോക്കിൽ സെക്രട്ടറി പോയി മീറ്റിങ്ങിന് ചെന്നപ്പോൾ കേട്ടതിന് ശേഷം കണ്ണൂരിൽ നിന്ന് ഒരു 60ഓളം ബോട്ടിൽ മരുന്ന് വരുത്തി, വാസന്തി എന്ന് പറഞ്ഞ ഡോക്ടറെ വിളിച്ച് ആ മരുന്ന് വരുത്തി ഇവിടെ കൊടുത്ത്, പ്രതിരോധ മരുന്നുകൾ തന്നെ നമ്മൾ ഹോമിയോ മരുന്ന് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു സ്ഥലത്തും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ സംഘത്തിൽ പാലളന്നുകൊണ്ടിരിക്കുന്ന 4ഓളം കർഷകരുടെ വീട്ടിൽ ബാധിച്ചു. 8-10 വീതം പശുക്കളുള്ള തൊഴുത്തുകളിൽ എല്ലാത്തിനും ബാധിച്ചേക്കുന്ന ഒരു രീതിയിൽ വളരെ അപകടകരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണേ.
എത്രയും നേരത്തെ ഗവൺമെൻറ്റിൻ്റെ വശത്തുനിന്ന് എന്തെങ്കിലും ഒരു സഹായമായിട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.